സോ നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഇന്ത്യൻ ഫെഡറലിസമാണ്. അപ്പോൾ മാത്രമല്ല, ആദ്യം നമ്മളിതിൽ ഫെഡറലിസത്തിനെ കുറിച്ചുള്ള ഒരു ജനറലായിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഈ ടോപ്പിക്ക് നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ UG ഫോർത്ത് സെം കേരള യൂണിവേഴ്സിറ്റിയുടെ കോർ വിഷയമായിട്ട് നമ്മൾ ഇന്ത്യൻ ഫെഡറലിസം വളരെ ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ PGക്കും ആൻഡ് ഓൾസോ ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഇതൊരു പ്രധാനപ്പെട്ട പഠന ഭാഗമാണ് ഈ ഇന്ത്യൻ ഫെഡറലിസം. അതുപോലെ തന്നെ ദ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് പെക്യൂലിയാരിറ്റീസ് ഓഫ് ഇന്ത്യൻ ഫെഡറലിസം എന്ന് പറയുന്നത് അതിലൊരു പ്രധാനപ്പെട്ട ഏരിയയാണ്. അതൊന്ന്. കൂടാതെ എല്ലാ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻസിലും അതിൽ നമ്മുടെ ബ്യൂറോക്രാറ്റ്സിൻ്റെയൊക്കെ അപ്പോയിൻമെൻറ്റിൽ എപ്പോഴും അവരുടെ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻസിൻ്റെ ഒരു പ്രധാന ക്വസ്റ്റ്യനായിട്ട് വരുന്നതാണ് ഇന്ത്യൻ ഫെഡറലിസം, അതുപോലെ തന്നെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസും. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് ഈ ഏരിയയ്ക്ക് ഇത്രത്തോളം സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ പ്രാധാന്യം നമ്മളിതിനകത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ലാസ്റ്റ് ഇയർ നമ്മുടെ ആദ്യത്തെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് KASൻ്റെ പരീക്ഷയിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു. essay ക്വസ്റ്റ്യനായിട്ട് പൊളിറ്റിക്കൽ സയൻസിൽ നിന്ന് ചോദിച്ചത് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് ആയിരുന്നു. അതിൽ ഇന്ത്യൻ ഫെഡറലിസവും അതിൽ വൈ ഇന്ത്യൻ ഫെഡറലിസം ഹാസ് സം യൂണിറ്ററി ഫീച്ചേഴ്സ് ആൻഡ് വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് വിച്ച് ക്യാൻ ബി നെയിംഡ് ആസ് ദ യൂണിറ്ററി ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ഫെഡറലിസം എന്ന് പറഞ്ഞൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ആ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം 1 by 1 ഉദ്യോഗാർത്ഥികൾ എഴുതേണ്ടി വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയ്ക്ക് നമുക്ക് വളരെ പ്രാധാന്യമുള്ളൊരു ഏരിയ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് ഇന്ത്യയിൽ ആക്ച്വലി ഫെഡറലിസത്തിന് തന്നിട്ടുള്ള അല്ലെങ്കിൽ ഫെഡറലിസത്തിന് അത്യാവശ്യം വേണ്ടുന്ന ഏതൊക്കെ റിക്വയർമെൻറ്റ്സ് ആണുള്ളത്, ആ റിക്വയർമെൻറ്റ്സ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യ ഭാഗത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇന്ത്യൻ ഫെഡറലിസത്തിനെ പൊതുവിൽ പറയുന്നത് ക്വാസി ഫെഡറൽ സിസ്റ്റം എന്നാണ്, അല്ലെങ്കിൽ ഇറ്റ്സ് എ ക്വാസി ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പ്രധാനമായിട്ടും ഇങ്ങനെ പറയാനുള്ള കാരണം ഈ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത്, ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് ഇറ്റ് ഡിക്ലെയർസ് ആർട്ടിക്കിൾ 1 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. നമ്മുടെ ഫസ്റ്റ് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് സെൽഫ് says that India, that is Bharat, shall be a union of states. സോ ഇവിടെ നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫെഡറലിസം എന്നുള്ള വാക്കിന് പകരമായി നമ്മുടെ ഫ്രെയിമേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റിപ്പീറ്റഡ്ലി പറഞ്ഞിരിക്കുന്നൊരു കാര്യം ഇന്ത്യ ഈസ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. അങ്ങനെ പറയാനുള്ള ഒരു ചരിത്ര പശ്ചാത്തലം നമുക്കുണ്ട്. കാരണം നമ്മളൊരു ട്രൂ ഫെഡറൽ സിസ്റ്റത്തിലേക്ക് പോകാനായിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം നമുക്കറിയാം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ ധാരാളം നാട്ടുരാജാക്കന്മാരടങ്ങിയ നാട്ടുരാജ്യങ്ങളായിരുന്നു. അപ്പോൾ ഇത്തരം നാട്ടുരാജ്യങ്ങളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു യൂണിയൻ ഉണ്ടാക്കുക എന്ന് പറയുന്ന വളരെ വലിയൊരു ടാസ്ക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന മഹാരഥന്മാരായ ആൾക്കാരെയൊക്കെ നിങ്ങൾക്കിതിനകം അറിയാൻ പറ്റും. നമ്മൾ പിന്നെ നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ, അദ്ദേഹമായിരുന്നു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ടൊരു വ്യക്തിത്വം. അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള നമ്മുടെ ആദ്യകാല നേതാക്കന്മാരെല്ലാം തന്നെ ഇന്ത്യയെ ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു രാജ്യമാക്കി മാറ്റുന്നതിന് വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് പ്രയത്നിച്ചവരാണ്. അപ്പോൾ അന്ന് അവരുടെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു വിഷയം എന്ന് പറയുന്നത് ഈ പറയുന്ന രാജ്യങ്ങളെ, അല്ലെങ്കിൽ ചെറിയ ചെറിയ രാജ്യങ്ങളെയോ പ്രോവിൻസസിനെയോ ഒക്കെ നമ്മുടെ യൂണിയനിലേക്ക് ഉൾപ്പെടുത്തുക എന്നുള്ള ഒരു വലിയ ടാസ്ക്കായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ നാട്ടുരാജ്യങ്ങൾക്കെല്ലാം തന്നെ അവരവരുടേതായ കൾച്ചറും അവരവരുടേതായ ഭാഷയും അവരവരുടേതായ ഭരണരീതികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ ഇതിനകത്തേക്ക് കൂട്ടിച്ചേർക്കുമ്പോൾ ഒരു കാരണവശാലും അവരിതിനകത്ത് ഒതുങ്ങി നിൽക്കില്ല എന്നുള്ളത് നമുക്ക് വളരെ നന്നായിട്ടറിയാമായിരുന്നു. മാത്രമല്ല, ഈ ഹൈദരാബാദിലെ നൈസാം പോലുള്ള ഏതാനും ചില ഈവൻ നമ്മുടെ ട്രാവൻകൂർ രാജ്യം പോലും
അന്ന് ഇന്ത്യൻ യൂണിയനോട് ചേരാൻ വിസമ്മതിച്ച ഒരു രാജ്യമാണ്. അപ്പോൾ ആ ഒരു അവസരത്തിൽ നമ്മളുണ്ടാക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സെറ്റപ്പ് എന്ന് പറയുന്നത് ഇവരെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് പോകത്തക്ക രീതിയിലുള്ളതായിരിക്കണം എന്നുള്ളതുകൊണ്ട് ഫെഡറലിസത്തിനകത്ത് ഒരല്പം നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം യഥാർത്ഥ ഫെഡറാലിസം എന്ന് പറയുന്നത് ആസ് ഇറ്റ് ഈസ് ഓപ്പറേറ്റഡ് ആൻഡ് ഓപ്പറേറ്റിംഗ് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, അവിടെ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരവസ്ഥയിലേക്ക് നമുക്ക് പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് ആദ്യമേ തന്നെ നമ്മുടെ നേതാക്കന്മാർ ഐഡൻറ്റിഫൈ ചെയ്തു. സോ ദാറ്റ് വാസ് വൈ in the writing of the Constitution itself, they were with the intention that India will be known as, or India will be called as, a union of states instead of a federal state. So the Indian state is neither a federal state nor a unitary state. യൂണിറ്ററിയുമല്ല ഫെഡറലുമല്ലാത്ത ഒരു മധ്യസ്ഥായിയിൽ നിൽക്കുന്ന ഒരു സ്റ്റേറ്റാണ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ് യൂണിറ്ററി എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ, യൂണിറ്ററി എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ചൈന, ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങൾ യൂണിറ്ററി രാജ്യങ്ങളാണ്. അവിടെ ഒരു സിംഗിൾ ഗവൺമെൻറ് മാത്രമേ ഉണ്ടാവൂ. ആ ഗവൺമെൻറ് തന്നെയായിരിക്കും ആ രാജ്യത്തെ മൊത്തത്തിൽ ഭരിക്കുന്നത്. പകരം പ്രവിശ്യകളും അല്ലെന്നുണ്ടെങ്കിൽ സംസ്ഥാനങ്ങളും അടങ്ങുന്ന ഒരു സംവിധാനത്തിനെയാണ് നമ്മൾ ഫെഡറൽ സംവിധാനം എന്ന് പറയുന്നത്. സോ അറ്റ് ദ ഔട്ട്സെറ്റ്, അപ്പോൾ അത്തരത്തിലുള്ളൊരു സിസ്റ്റത്തിലേക്ക് നമ്മൾ പോയപ്പോൾ തന്നെ നമ്മളൊരു ട്രൂ ഫെഡറൽ സിസ്റ്റം ആകാനായിട്ട് ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ, ചരിത്രപരമായ പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് കഴിഞ്ഞിരുന്നില്ല. സോ ദാറ്റ് വാസ് ദ റീസൺ വി റിമൈൻഡ് ആസ് എ സ്റ്റേറ്റ് ഇൻ ബിറ്റ്വീൻ യൂണിറ്ററി ആൻഡ് ഫെഡറൽ. സോ അതുകൊണ്ട് തന്നെ ഇതിന് ഫെഡറൽ ക്യാരക്ടറിസ്റ്റിക്സുമുണ്ട്, യൂണിറ്ററി ക്യാരക്ടറിസ്റ്റിക്സുമുണ്ട്. സോ സ്കോളേഴ്സ് ടേംഡ് ഇറ്റ് ആസ് എ യൂണിറ്റേറിയൻ ഫെഡറാലിസം. പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിലൊക്കെ നിങ്ങളോട് ചോദിക്കുന്നത് അതായിരിക്കും. ഇന്ത്യൻ സിസ്റ്റത്തിനെ നമ്മൾ യൂണിറ്റേറിയൻ ഫെഡറാലിസം എന്നാണ് വിളിക്കുന്നത്, അതായത് ഫെഡറാലിസം വിത്ത് യൂണിറ്ററി ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംവിധാനമാണ് നമ്മുടേത് എന്നുള്ളതുകൊണ്ട് നമ്മുടേതൊരു ട്രൂ ഫെഡറൽ സിസ്റ്റമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് വിത്തിൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ it is not a true federal state. It is in between the unitary and federal system, and also the intention of the constitution framers was also to make India a unitary system having certain federal characteristics. സോ അതിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണലിസ്റ്റായിട്ട് നമ്മൾ പറയുന്ന KC വയാറിനെ പോലുള്ളവർ ഇതിൽ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ സിസ്റ്റത്തിനെ അദ്ദേഹം വിളിച്ചത് ക്വാസി ഫെഡറൽ എന്നാണ്. ക്വാസി ഫെഡറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി ഫെഡറാലിസമാണ്, പകുതി യൂണിറ്ററി ആണ് എന്നുള്ളതാണ്. സോ ഹി ഒബ്സർവ്സ് ദാറ്റ് ദ ഇന്ത്യൻ യൂണിയൻ ഈസ് എ യൂണിറ്ററി സ്റ്റേറ്റ് വിത്ത് subsidiary federal features rather than a federal state with subsidiary unitary features. പലപ്പോഴും ഒരു യഥാർത്ഥ ഫെഡറൽ സിസ്റ്റത്തിനെ എടുത്ത് നോക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ എക്സാമ്പിളൊക്കെ പറയുമ്പോൾ അത് ഈ രണ്ടാമത് പറഞ്ഞിരിക്കുന്നതാണ്. ദാറ്റ് ഈസ് എ ഫെഡറൽ സ്റ്റേറ്റ് വിത്ത് സബ്സിഡിയറി യൂണിറ്ററി ഫീച്ചേഴ്സ്. യഥാർത്ഥ ഫെഡറൽ സിസ്റ്റമാണ്, പക്ഷേ ഏതാനും യൂണിറ്ററി ഫീച്ചേഴ്സ് കാണും. പക്ഷേ നമ്മുടെ സിസ്റ്റം നേരെ മറിച്ചാണ്. അവേഴ്സ് ഈസ് എ യൂണിറ്ററി സ്റ്റേറ്റ് വിത്ത് സബ്സിഡിയറി ഫെഡറൽ നേച്ചർ ഓർ ഫെഡറൽ ഫീച്ചേഴ്സ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം. സോ ഇന്ത്യൻ സിസ്റ്റം എന്ന് പറയുന്നത് വിത്ത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് സെൽഫ്, ഇറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആസ് എ സ്റ്റേറ്റ് ഹാവിങ് യൂണിറ്ററി ഫീച്ചേഴ്സ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ദെൻ അടുത്ത പോയിൻ്റ്, ഇന്ത്യൻ സിസ്റ്റത്തിൽ ഏതാനും ഫെഡറൽ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ട്. അതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനോടൊപ്പം തന്നെ യൂണിറ്ററി ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഈ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദ ഇമ്പോർട്ടൻറ്റ് ഫെഡറൽ ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അതിലൊന്ന്, ഇറ്റ് ഈസ് എ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ ഇറ്റ് ഹാസ് എ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ ദ ഇന്ത്യൻ സിസ്റ്റം ഹാസ് എ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ എപ്പോഴും ഫെഡറലിസത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് ഇതാണ്, ഇൻ എ ഫെഡറൽ സിസ്റ്റം ദർ ഷുഡ് ബി എ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. എഴുതപ്പെട്ട ഒരു ഭരണഘടന നിർബന്ധമായും ഉണ്ടാകേണ്ടതുണ്ട്. ഇന്ത്യൻ സിസ്റ്റത്തിനെ സംബന്ധിച്ച് നോക്കിയാൽ വി ഹാവ് ഇൻ അവർ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ ദർ ആർ 395 ആർട്ടിക്കിൾസ് ആൻഡ് 10 ഷെഡ്യൂൾസ് ആൻഡ് നൗ ദർ ആർ 12 ഷെഡ്യൂൾസ്. ഇപ്പോൾ അതിൽ കൂടുതൽ ആർട്ടിക്കിളുകൾ ഉണ്ടെന്ന് നമ്മൾ പറയുമെങ്കിലും ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പറയുമ്പോൾ വി വിൽ സേ ഇറ്റ് ഹാസ് ഓൺലി 395 ആർട്ടിക്കിൾസ്. വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള, വളരെ വിശാലമായിട്ടുള്ള, മാത്രമല്ല ഇത് ഒരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലവും കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വളരെ ഭാരിച്ചൊരു ചുമതലയാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ഇതിന് മുൻപുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് നോക്കിയാൽ ഇതിൽ തന്നെ ഞാൻ പറയുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയുണ്ടാക്കാൻ വേണ്ടി എടുത്ത കാര്യങ്ങളൊക്കെ
സെക്കൻഡ് സെമസ്റ്ററിൻ്റെ വീഡിയോസിൽ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡെലിബറേറ്റ് ആയിട്ടുള്ള അറ്റംപ്റ്റിൻ്റെ ഭാഗമാണ് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയത്. അതിനെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി എന്നാണ് പറയുന്നത്. ആൻഡ് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി വാസ് ആൻ എലക്റ്റഡ് ബോഡി. അത്തരത്തിലുള്ള ഒരു എലക്റ്റഡ് ബോഡിയിൽ ഏറ്റവും മഹാരഥന്മാരായിട്ടുള്ള ഏറ്റവും വിദഗ്ധരായിട്ടുള്ള ജൂറിസ്പ്രൂഡൻസിനെയും കൂടെ ജൂറിസ്റ്റുകളെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വലിയ അസംബ്ലിയിൽ വെച്ചാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ആ തരത്തിൽ ഒരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ്, മാത്രമല്ല സകല ഡീറ്റെയിൽസിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷനായിട്ടാണ് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈവൻ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഡീറ്റെയിൽഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ ദ മോസ്റ്റ് ബൾക്കിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാവുന്ന അത്ര എല്ലാ കാര്യങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ ദ സുപ്രീം ലോ ഓഫ് ദ ലാൻഡ്, the Constitution of India is the supreme law of the land. We consider it as the supreme law of the land, and all authorities in India are legally bound to respect it. ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് ആ രീതിയിലാണ്. നമ്മുടെ ഏത് കാര്യങ്ങളും എപ്പോഴും ഭരണഘടനയ്ക്ക് വിധേയമായി മാത്രമേ ചെയ്യാവൂ. എല്ലാ അതോറിറ്റീസിൻ്റെയും പ്രവർത്തനങ്ങളെ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങളാലും ചട്ടങ്ങളാലും നിയന്ത്രിക്കപ്പെട്ടിട്ടുണ്ട്. സോ ദാറ്റ്സ് എ ഫസ്റ്റ് requirement for becoming a federal constitution, and in that sense we can say that India is a perfect federalism because we have a written constitution. Second feature is there should be a rigid constitution. കാരണം നമ്മളെപ്പോഴും ഒരു ഫെഡറൽ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു ഐഡിയൽ ആയിട്ടുള്ള എക്സാമ്പിൾ എപ്പോഴും പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ് ലോകത്തിലേക്ക് ഏറ്റവും റിജിഡായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ. കാരണം ഏറ്റവും കുറച്ച് ആർട്ടിക്കിളുകളുള്ള കോൺസ്റ്റിറ്റ്യൂഷനാണെങ്കിലും ഏറ്റവും കുറഞ്ഞ തവണ മാത്രം, അതായത് 20-നകം അമെൻമെൻറ്റ്സ് അല്ലെങ്കിൽ ഭേദഗതികൾ മാത്രമേ ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുത്തിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ദ മോസ്റ്റ് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫെഡറൽ സിസ്റ്റത്തിന് അത്യാവശ്യം വേണ്ടത് അതാണ്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ കഴിയുന്നത്ര ദൃഢമായിരിക്കണം, അല്ലെങ്കിൽ അതിനെ അത്ര പെട്ടെന്ന് കോൺസ്റ്റിറ്റ്യൂഷനെ ചേഞ്ച് ചെയ്യാവുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ നമുക്കറിയാം ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെയൊക്കെ കാര്യമെന്ന് പറഞ്ഞാൽ അവരൊരു യൂണിറ്ററി സിസ്റ്റമാണ്. ആ കോൺസ്റ്റിറ്റ്യൂഷനെയാണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് അല്ലെങ്കിൽ ഏറ്റവും എളുപ്പം ഭേദഗതി ചെയ്യാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ഭേദഗതി ചെയ്യുക ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ദ അമെൻമെൻറ്റ് പ്രൊസീജിയർ ഈസ് മച്ച് tougher when it is compared to other constitutions. എങ്കിലും there are certain areas which can be easily amended. ചില ഭാഗങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അമെൻഡ് ചെയ്യാം. ഓർഡിനറി ലോ കൊണ്ട് തന്നെ അമെൻഡ് ചെയ്യുക. ഉദാഹരണത്തിന് ഒരു സംസ്ഥാനത്തിൻ്റെ പേര് മാറ്റുക, സംസ്ഥാനത്തിൻ്റെ അതിരുകൾ മാറ്റുക, അത്തരം കാര്യങ്ങളൊക്കെ ഒരു ഓർഡിനറി ലോയിൽ രാജ്യസഭയും ലോക്സഭയും ചേർന്ന് പാസ്സാക്കി കഴിഞ്ഞാൽ തന്നെ അത് നമുക്ക് അമെൻഡ് ചെയ്യാം. പക്ഷേ ചില ഭാഗങ്ങൾ സ്പെഷ്യൽ മെജോറിറ്റി ആവശ്യമായി വരും, 3/2 ഭൂരിപക്ഷവും. അതുപോലെ തന്നെ ഉള്ളവരിൽ 50%-ലധികം പേര് അതിനെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആ ഭാഗത്തെ ഭേദഗതി നമ്മൾ നടത്താൻ പറ്റൂ എന്നുള്ള കുറേ പ്രൊവിഷൻസ് ഉണ്ട്. ആൻഡ് ദർ ആർ സം മോർ പ്രൊവിഷൻസ് ഓർ സം അതർ പ്രൊവിഷൻസ് വിച്ച് നീഡ് അമെൻമെൻറ്റ് ഓർ പാസേജ് ബൈ 50% ഓഫ് ദ അസംബ്ലീസ് ഓഫ് ഓർ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓഫ് ദ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഭാഗം, അല്ലെങ്കിൽ മൂന്നാമത് പറഞ്ഞ ഏരിയയിലുള്ള ഭാഗം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏറ്റവും ടഫായിട്ടുള്ള ഏരിയയാണ്. അതിനെ പെട്ടെന്നൊന്നും തന്നെ ഭേദഗതി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ ഓവറോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് നമുക്ക് സംശയലേശമന്യേ പറയാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് റിക്വയർമെൻറ്റ്, ദറ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ ഫെഡറലിസം ഷുഡ് ബി റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓൾസോ. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ബോത്ത് റിട്ടൺ ആൻഡ് റിജിഡ്. ദെൻ മൂന്നാമത്തത് ഡ്യുവൽ ഗവൺമെൻറ്റ്സ്. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫെഡറൽ ആണോ അല്ലയോ എന്ന് നമ്മൾ പറയുന്നതിന് മൂന്നാമതായി നമുക്ക് വേണ്ട ഒരു കാര്യമാണ് ദർ ഷുഡ് ബി 2 ഗവൺമെൻറ്റ്സ്. ഡ്യുവൽ ഗവൺമെൻറ്റ്സ് പറയുമ്പോഴത്തേക്ക് 2 എണ്ണം. ചിലപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ അതിനെ ഫെഡറൽ ഗവൺമെൻറ് എന്നും സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് എന്നുമാണ് പറയുന്നത്. അതേസമയം സ്വിറ്റ്സർലാൻഡിൽ അതിനെ സെൻട്രൽ ഗവൺമെൻറ് എന്നും അതുപോലെ തന്നെ കാൻഡണൽ ഗവൺമെൻറ്റ്സുമാണ് പറയുന്നത്. ഇന്ത്യയിൽ നമ്മൾ പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്. അപ്പോൾ ഈ 2 രീതിയിൽ കൃത്യമായി നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഡിസൈൻ ചെയ്ത് അധികാരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. സോ ഹിയർ ഇൻ ഇന്ത്യ there is a central government and we have now 29 units described as states,
ആൻഡ് ഈച്ച് സ്റ്റേറ്റ് ഹാസ് ഇറ്റ്സ് സെപ്പറേറ്റ് ഗവൺമെൻറ്റൽ സിസ്റ്റം, നോട്ട് സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ, പക്ഷേ സെപ്പറേറ്റ് ഗവൺമെൻറ്റൽ സിസ്റ്റം ഉണ്ട്. അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകമായി അധികാരങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്നുണ്ട്. സോ ദാറ്റ്സ് വൈ വി സേ വി ഹാവ് എ ഡ്യുവൽ സിസ്റ്റം ഓഫ് ഗവൺമെൻറ്. ദാറ്റ്സ് ദ തേർഡ് റിക്വയർമെൻറ്റ്. ദെൻ ഫോർത്ത്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവേഴ്സ്. ഇനി നമ്മൾ സ്റ്റേറ്റ് എന്നും സെൻട്രൽ എന്നും രണ്ടായിട്ട് വിഭജിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ വിഭജിച്ചാൽ മാത്രം പോരല്ലോ, അവയ്ക്ക് കൃത്യമായ അല്ലെങ്കിൽ നിയതമായ അധികാരം കോൺസ്റ്റിറ്റ്യൂഷൻ വഴി തന്നെ കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ ആദ്യം പറഞ്ഞത് ദെയർ ഷുഡ് ബി റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, അത് റിജിഡായിരിക്കണമെന്ന് പറഞ്ഞു. ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് ഭരണഘടനയിൽ തന്നെ സ്റ്റേറ്റുകൾക്കും സെൻട്രൽ ഗവൺമെൻറ്റിനും അധികാരം കൃത്യമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കണം. സോ വി ഹാവ് ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ 3 ലിസ്റ്റ്: യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറൻറ്റ് ലിസ്റ്റ്. ഈ 3 ലിസ്റ്റുകളിലായി അധികാരങ്ങൾ നമ്മൾ കൃത്യമായി സ്റ്റേറ്റിനും സെൻറ്ററിനുമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ്സ് വൈ വി സേ വി ഹാവ് ഡിസ്ട്രിബ്യൂട്ടഡ് ദ ആക്ച്വൽ പവർ ഓർ ദ ഓവറോൾ പവർ ഓഫ് ദ സ്റ്റേറ്റ് ടു സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ്സ്. സോ ഈ ഡിവിഷൻ ഓഫ് പവർ അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെൻറ്റ് എക്സ്ക്ലൂസീവ്ലി മേക്ക് ലോസ് ഫ്രം സബ്ജക്ട്സ് ഓഫ് സെൻട്രൽ ലിസ്റ്റ് അല്ലെങ്കിൽ യൂണിയൻ ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റിലുള്ള കാര്യങ്ങൾ മാത്രമാണ് അതിൽ എക്സ്ക്ലൂസീവായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിന് നിയമനിർമ്മാണം നടത്താം. സ്റ്റേറ്റ് ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എക്സ്ക്ലൂസീവായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് നിയമനിർമ്മാണം നടത്താം. കൺകറൻറ്റ് ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ആ സബ്ജക്റ്റുകളിൽ കൃത്യമായി സെൻറ്ററിനും സ്റ്റേറ്റിനും നിയമനിർമ്മാണം നടത്താം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് 3 ലിസ്റ്റുകളുണ്ട്. ഈ ലിസ്റ്റുകളുടെ വിശദവിവരങ്ങൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. സോ ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം, ദ ഫോർത്ത് റിക്വയർമെൻറ്റ് ഓഫ് എ ഫെഡറൽ സിസ്റ്റം, ദാറ്റ് ഈസ് ദർ ഷുഡ് ബി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ബിറ്റ്വീൻ സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ്സ്. സോ ആസ് എ ഫെഡറൽ സിസ്റ്റം, അല്ലെങ്കിൽ നമ്മൾ ഫെഡറൽ സിസ്റ്റം എന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നില്ലെങ്കിൽ പോലും നമ്മുടെ ഫെഡറൽ ക്യാരക്ടറിസ്റ്റിക്സിനെ നമ്മൾ തിരിച്ചറിയുന്നത് അങ്ങനെയാണ്. ദാറ്റ് ഈസ് ഫോർത്തിലി we have distributed power between states and center. The fifth one, supremacy of the constitution. ഭരണഘടനയ്ക്ക് നമ്മൾ കൃത്യമായ ഒരു ആധികാരികത നമ്മുടെ സിസ്റ്റത്തിൽ കൊടുക്കുന്നുണ്ട്. സോ ഇൻ ഇന്ത്യ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് സോവറീൻ ആൻഡ് ഇറ്റ് സ്റ്റാൻഡ്സ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ ഹൈറാർക്കി ഓഫ് ലോസ്. എല്ലാ നിയമങ്ങളുടെയും ഉയരെയാണ് നമ്മുടെ ഭരണഘടന. ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ പറഞ്ഞതുപോലെ നമ്മൾ നമുക്ക് വേണ്ടി തയ്യാറാക്കിയ ഭരണഘടനയാണ് നമുക്ക് വേണ്ടി തന്നെ നമ്മൾ അർപ്പിക്കുന്നത് എന്ന് നമ്മൾ നമ്മുടെ പ്രിയാമ്പിളിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ സെൻസിൽ തന്നെ നമുക്ക് പറയാം അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് സുപ്രീം ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് എ സോവറീൻ ആൻഡ് ദ സെൻട്രൽ ആസ് വെൽ ആസ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് മസ്റ്റ് ഓപ്പറേറ്റ് വിത്തിൻ ദ ലിമിറ്റ്സ് പ്രിസ്ക്രൈബ്ഡ് വിത്തിൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കനുസൃതമായി മാത്രമേ സെൻറ്ററും സ്റ്റേറ്റും പ്രവർത്തിക്കാൻ പാടുള്ളൂ. ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് അതോറിറ്റി ഓഫ് കോർട്സ്. അതും ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ അത്യാവശ്യം വേണ്ടതാണ്. ഏതൊരു ഫെഡറൽ സിസ്റ്റത്തിലായിരിക്കും ആയാലും ശക്തമായ നിഷ്പക്ഷമായ അതുപോലെ തന്നെ സ്വതന്ത്രമായ ഒരു കോടതി സംവിധാനം ഉണ്ടാകണം, ഒരു ജുഡീഷ്യൽ സിസ്റ്റം ഉണ്ടാകണം. അതെന്തിനു വേണ്ടിയാണെന്ന് ഞാൻ പറയാം. ദാറ്റ് ഈസ് ഇൻ എ ഫെഡറൽ സിസ്റ്റം ദർ ഷുഡ് ബി എ സുപ്രീം കോർട്ട് ടു ഇൻ്റർപ്രിറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബിക്കോസ് വി ഹാവ് എ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് വി സെഡ് ഏർലിയർ. അപ്പോൾ അങ്ങനെ എഴുതപ്പെട്ട ഭരണഘടന വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു, അധികാരങ്ങൾ സംസ്ഥാനങ്ങൾക്കും അതുപോലെ കേന്ദ്രത്തിനുമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നും പറഞ്ഞു. അങ്ങനെ വരുമ്പോഴുണ്ടാകുന്നൊരു വലിയ പ്രശ്നം സംസ്ഥാനങ്ങളും സ്റ്റേറ്റുകളും സെൻറ്ററും തമ്മിൽ അധികാരത്തിൻ്റെ കാര്യത്തിൽ എപ്പോൾ വേണമെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരം കോൺഫ്ലിക്റ്റുകളെ കൃത്യമായി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഒരു കോടതി സംവിധാനം വേണമെന്ന് പറയുന്നത്. അതിൽ തന്നെ നമ്മുടെ സുപ്രീം കോർട്ടിന് നമ്മൾ നിർത്തിയിരിക്കുന്ന സ്ഥാനം നോക്കുക. ആ സുപ്രീം കോടതിയിൽ നമുക്ക് സ്റ്റേറ്റുകളും സെൻറ്ററും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ തക്കവണ്ണമാണ് നമ്മുടെ സുപ്രീം കോടതിയെ സജ്ജമാക്കിയിരിക്കുന്നത്. സോ ദാറ്റ്സ് വൈ വി സേ ആസ് there is the principal requirement of the existence of an independent judiciary. In India, we have the Supreme Court to manage the conflicts between states and center. അപ്പോൾ ആ തരത്തിൽ ഒരു കൃത്യമായ ജുഡീഷ്യൽ സംവിധാനം എപ്പോഴും ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ ഉണ്ടാകണം. അത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. സോ ദാറ്റ്സ് വൈ വി സേ വി ഹാവ് ഫെഡറലിസം ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ the judiciary has the power of judicial review and can declare any law of the parliament or the state legislature as unconstitutional. ആ അധികാരവും കൂടി നമ്മൾ നമ്മുടെ
കോടതിക്ക് കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് സ്റ്റേറ്റോ സെൻറ്ററോ നിർമ്മിക്കുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഉണ്ടാക്കുന്ന തീരുമാനങ്ങൾ, അത്തരം കാര്യങ്ങളെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇല്ലാതാക്കാനോ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്നുണ്ടെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യാനുള്ള അധികാരം വരെ നമ്മുടെ കോടതിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശക്തമായ ഒരു കോടതി സംവിധാനം, നേരത്തെ പറഞ്ഞ പോലെ നിഷ്പക്ഷമായ സ്വതന്ത്രമായ ഒരു കോടതി സംവിധാനവും കൂടി നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അധികമായി പറയുന്നത് we have a few federal characteristics in our constitution, though it is not named within the constitution, as our constitution is mentioning that our system is Bharat is a union of states ആണെങ്കിൽ പോലും. അപ്പോൾ യൂണിറ്ററി സംവിധാനത്തിലേക്ക് നമ്മൾ പലപ്പോഴും പോകുന്നുണ്ടെങ്കിലും കൃത്യമായി നമുക്ക് കാണാൻ പറ്റും നമുക്ക് വളരെ ശക്തമായ ചില ഫെഡറൽ ഫീച്ചേഴ്സ് ഉണ്ടെന്ന്. ആൻഡ് നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് ബൈകാമറൽ ലെജിസ്ലേച്ചർ. മിക്കവാറും എല്ലാ ഫെഡറൽ സിസ്റ്റംസും എടുത്ത് നോക്കിയാൽ, മിക്കവാറും അല്ല, മോസ്റ്റ് ഓഫ് ദ ഫെഡറൽ സിസ്റ്റംസ് ഓർ 95-99% ഓഫ് ദ ഫെഡറൽ സിസ്റ്റംസ് വിൽ ഹാവ് 2 assemblies or 2 types of 2 houses in their legislature. നമുക്കിവിടെ 2 ഹൗസസാണുള്ളത്, ലോക്സഭ ആൻഡ് രാജ്യസഭ. എന്തിനാണ് ഈ 2 ഹൗസസ് ഉള്ളതെന്ന് ചോദിച്ചാൽ, ലോക്സഭ വിൽ റെപ്രസെൻറ്റ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ആൻഡ് രാജ്യസഭ വിൽ റെപ്രസെൻറ്റ് ദ സ്റ്റേറ്റ്സ്. ഇപ്പോൾ ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റുകളെയും പ്രതിനിധീകരിച്ചിരിക്കുന്നത് രാജ്യസഭയിലെ അംഗങ്ങളാണ്. 250 അംഗങ്ങളുള്ളതിൽ 238 പേരും സംസ്ഥാനങ്ങളിൽ നിന്നും MLAമാരാൽ തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർ സംസ്ഥാനങ്ങളുടെ പ്രശ്നങ്ങളെ ഗവൺമെൻറ്റിൻ്റെ അടുത്തെത്തിക്കുന്നതിനും അല്ലെങ്കിൽ അസംബ്ലിയിൽ അതിനെ ഒരു ചർച്ചാ വിഷയമാക്കുന്നതിനുമുള്ള പ്രധാനപ്പെട്ട ഒരു റോളാണ് അവർ നിർവഹിക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലാണെന്നുണ്ടെങ്കിൽ ദേ ഹാവ് സെനറ്റ്. ഇപ്പോൾ സെനറ്റിലെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യമാണ്. ആകെ 50 സ്റ്റേറ്റുകളിൽ നിന്നും 2 പ്രതിനിധികൾ വീതം 100 പ്രതിനിധികളടങ്ങുന്ന ഒരു സംഭവമാണ് അവിടുത്തെ സെനറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെ അങ്ങനെയല്ല. നമ്മുടെ ഇവിടെ പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റേറ്റുകളിൽ നിന്നുള്ള പ്രതിനിധികളെ തിരഞ്ഞെടുക്കുക. എന്തായാലും നമുക്കിവിടെ 2 സഭകളുണ്ട്. അതിലൊരു സഭ അത് ഇറ്റ് ഈസ് എക്സ്ക്ലൂസീവ്ലി ഫോർ മാനേജിങ് ദ ഇഷ്യൂസ് ഓഫ് ദ സ്റ്റേറ്റ്സ് ആൻഡ് കൺവേയിങ് ദം ടു ദ ഗവൺമെൻറ് ഇൻ ദ കൺവേയിങ് ഇറ്റ് ടു ദ സെൻട്രൽ ഗവൺമെൻറ്. സോ ദീസ് ആർ ദ ഫീച്ചേഴ്സ് വി ക്യാൻ ഐഡൻറ്റിഫൈ ആസ് ഫെഡറൽ ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഫെഡറൽ സിസ്റ്റമാണ് എന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നില്ല എങ്കിൽ പോലും അതിനെ ഫെഡറൽ എന്ന് നമുക്ക് വിളിക്കാൻ കഴിയുന്നത് ഈ പറയുന്ന ഫീച്ചേഴ്സ് കൊണ്ടാണ്. അപ്പോൾ ഓരോന്നും നമുക്കൊന്നുകൂടെ ഒന്ന് പറഞ്ഞുകൊണ്ട് നിർത്താം. അതായത് ഒന്നാമത്തത്, ദർ ഈസ് എ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ദെൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് മോർ ഓർ ലെസ് റിജിഡ്, then we have a dual governments, that is central government and state governments. Then distribution of powers, because in the constitution itself the power is distributed among states and center. Supremacy of the constitution, our constitution is supreme and sovereign. And authority of courts, there is an independent and impartial judicial system to manage the issues between states and center. And we have a bicameral legislature consisted of Lok Sabha and Rajya Sabha. അപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ് നന്നായി മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് അതിനകത്തുള്ള ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്കത് ഫർദർ ഡിസ്കഷന് വിധേയമാക്കാം. താങ്ക് യു.